ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 എപ്പിസോഡായിട്ട് നമ്മൾ 4 ചുരിദാറുകൾ കണ്ടു. ഈ 4 ചുരിദാറുകളിലും വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് കാണിച്ചിരിക്കുന്നത്. ചിലതൊക്കെ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാം. 1 മണിക്കൂർ തൊട്ട് എന്നാലും മാക്സിമം 1 ദിവസം എടുക്കത്തുള്ളൂ ഈ പറഞ്ഞ 4 ഡിസൈൻസും കാണാൻ. ഇന്നത്തെ കൂടെ കൂടിയിട്ടാട്ടോ 4 ആവണത്. അപ്പോൾ ഇന്നത്തെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ് ആണ്. നമുക്ക് കൂടി വന്ന 5 മണിക്കൂർ എടുക്കുകയുള്ളൂ. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ പ്യുവർ കോട്ടൺ അല്ല, പക്ഷെ ഒരു മിക്സ് ആണ്, കോട്ടൺ മിക്സ് മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ അത് കോലം ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. രണ്ടെണ്ണം, ഒരെണ്ണം അങ്ങോട്ട് ഫേസ് ചെയ്ത് ഒന്ന് ഇങ്ങോട്ടേക്കുമായിട്ട് രണ്ടെണ്ണം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ എവിടെയും വർക്ക് വരുന്നില്ല, ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളർ മെറ്റീരിയലാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ട് വേണം തയ്ക്കാൻ. ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇരിക്കുന്ന, ഒതുങ്ങിക്കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അധികം വിലയുടെയും മെറ്റീരിയൽ അല്ല. മീറ്ററിന് 100 തൊട്ട് 105 വരെ വരുന്ന മെറ്റീരിയലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് സ്പ്ലിറ്റ് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടുമാണ്. ഈ ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്റ്റോൺസോ ബീഡ്സോ എന്തെങ്കിലും വെക്കണമെങ്കിൽ, ബീഡ്സ് വേണ്ട, സ്റ്റോൺസ് വെച്ച് കുറച്ചുകൂടെ ഭംഗി കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല സെയിം കളറിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ രണ്ടെണ്ണം തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്പ്ലിറ്റ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പീസും റെഡി ഫോർ സെയിലാണ്. 1 പീസേ ഉള്ളൂ. അപ്പോൾ ആർക്കും ആവശ്യമുള്ളേ എന്ന് വെച്ചാൽ അവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ വില 700 റുപ്പീസാണ്. ഈ മൊത്തം ഈ മെറ്റീരിയലും വർക്കും എല്ലാം കൂടെ കൂടിയിട്ട് 700 റുപ്പീസാണ്. 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് എന്നും പറഞ്ഞാൽ ഞാൻ പറയാണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോലം ഡിസൈൻ. കോലം ഡിസൈനിൻ്റെ അകത്ത് ഇങ്ങനെ ഡോട്ട് ആയിട്ടുള്ള സ്പോട്ട്സിലൊക്കെ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാനായിട്ട് നമുക്ക് ശരിക്കും കോലം വരയ്ക്കുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാവുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഫാബ്രിക് പെൻസിലോ വെച്ചിട്ട് നേരെ ഡയറക്റ്റ്ലി ക്ലോത്തിലോട്ട് വരച്ചാൽ മതി. ഇപ്പം അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡിസൈൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതുവരെ ഞാനിപ്പോൾ വരച്ച വരെ ട്രേസിങ് പേപ്പർ, കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാൽ മതി ഡിസൈൻ. അപ്പം ഞാൻ അതുപോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അത് നമ്മൾ തയ്ക്കുമ്പം ഏതാണ് കറക്റ്റ്, ആ കറക്റ്റ് ലൈനിൽ കൂടെ തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ത്രെഡ്സ് ഈ 2 കളറാണ്. ആങ്കർ ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. ആങ്കർ കോഡ് നമ്പർ 19ഉം അതുപോലെ തന്നെ 133യുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റോയൽ ബ്ലൂവും നല്ല ഡാർക്ക് കളർ റെഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 506 നീഡിൽ നമ്പർ 506 യൂസ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് 6 സ്ട്രാൻഡ്സ് ഞാൻ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ഡോട്ട്സ് തയ്ക്കാം. ഈ ഡോട്ട്സ് റെഡാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് ഫ്രഞ്ച് നോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് തുടങ്ങാം. എപ്പോഴും ഫ്രഞ്ച് നോട്ട് തയ്ക്കുമ്പോൾ ഈ ഒരു ത്രെഡ്, ഇങ്ങനെ പോകുന്ന ത്രെഡ് വലിച്ച് നല്ലോണം പിടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് നല്ല നോട്ട് കിട്ടത്തില്ല. തൊട്ടടുത്ത് തന്നെ കുത്തുകയും ചെയ്യണം, താത്തുകയും ചെയ്യണം. ചില മെറ്റീരിയലിൽ നമ്മളിതുവരെ ഫ്രഞ്ച് നോട്ട് വലിച്ചു പിടിച്ച് താത്തുമ്പം ചിലപ്പോൾ നോട്ടും കൂടെ താഴത്തോട്ട് പോകും. കോട്ടായും സൂപ്പർ നെറ്റ് മെറ്റീരിയൽ, അങ്ങനെയുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ ടിഷ്യൂ മെറ്റീരിയൽ, നെറ്റ് മെറ്റീരിയലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം വലിക്കാൻ, പതുക്കെ വേണം വലിക്കാൻ, അല്ലെങ്കിൽ നോട്ടും കൂടെ താഴത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ഓരോ ഇതിലും കൂടെ നമ്മളിങ്ങനെ വലിച്ച് ചെയ്യുന്നത്. കെട്ടിടുന്നില്ല, തൊട്ടടുത്തടുത്തായതുകൊണ്ട് ഇങ്ങനെ ഫുള്ളും ഫ്രഞ്ച് നോട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രഞ്ച് നോട്ട് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോലത്തിൻ്റെ പുറത്തുള്ള ഇങ്ങനെ വളഞ്ഞുള്ള ലൈൻസാണ് തയ്ക്കേണ്ടത്. അത് തയ്ക്കാനായിട്ട് നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. സ്പ്ലിറ്റ് സ്റ്റിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ പോലെ തന്നെയാണ് ഇരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ. പക്ഷേ ചെയിൻ സ്റ്റിച്ച് ചെയ്യണ പോലെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടും 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുക്കേണ്ടത്. ഏത് അറ്റത്തിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിവിടെ കുത്തിയെടുത്തു. എന്നിട്ട് കുഞ്ഞ് ഡിസ്റ്റൻസ്, ഒത്തിരി അകത്തിയല്ല കുത്തുന്നത്, തൊട്ടടുത്തടുത്ത് വേണം താത്താനായിട്ട്. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ താത്തുകയാണ്. അപ്പോൾ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്താലും ഈ വർക്ക് ചെയ്യാം. അന്നേരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്ട്രാൻഡ്സ് എടുക്കണം. പേൾ കോട്ടൻ്റെ 1 സ്ട്രാൻഡിൽ നിൽക്കരുത്. എന്നിട്ട് താഴത്തുനിന്ന് നമ്മൾ ഈ ത്രെഡിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ കൃത്യം പകുതിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 6 സ്ട്രാൻഡ്സിന് 3 സ്ട്രാൻഡ്സ് അപ്പുറേ 3 സ്ട്രാൻഡ്സ് ഇപ്പുറേ എന്നുള്ളത് രീതിയിൽ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റില്ല. എന്നാലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള രീതിയിൽ കുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വന്നു. അപ്പം അങ്ങനെയാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. നമ്മൾ ത്രെഡിന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ത്രെഡിൻ്റെ താഴത്തെ ഇടയിൽ കൂടെ എടുക്കുക, നീഡിലെടുക്കുക, കുറച്ച് പുറത്തോട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാറ്റി താത്തുക. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ ആ ചങ്ങല പോലത്തെ ആ ഒരു ഇഫക്റ്റ് കിട്ടും. നമ്മൾ ഈ ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കണമുണ്ട്. നമുക്ക് സൂം ചെയ്ത് ഞാൻ കുറച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ പാർട്ടീഷൻ വരും. നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെയിൻ പോലെയായിട്ട് ഓൾമോസ്റ്റ് സെയിം ചെയിൻ സ്റ്റിച്ചിനെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫുൾ ഡിസൈനും ചെയ്യേണ്ടത്. ഫുൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തയ്ച്ച് പോവുക. ഇതിപ്പോൾ ഒരിടത്ത് വന്ന് ജോയിൻ ചെയ്യും, പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ലൈൻ ഇങ്ങനെ പോയി ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എൻഡാകും. ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് കഴിയും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ കെട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കങ്ങ് താഴത്തേക്കൂടെ വലിച്ചാൽ മതി. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലൊന്നും അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ഇട്ടല്ലേ തയ്ക്കുന്നത്. അപ്പം അങ്ങനെ തൊട്ടടുത്ത് കുറച്ച് ദൂരം ഉള്ളെങ്കിൽ അടിയിൽ കൂടെ വലിച്ച് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും തയ്ച്ചെടുക്കാം. നമ്മൾ എന്തോരം ഡിസ്റ്റൻസാണ് തയ്ക്കണേ അതിൻ്റെ ഇവിടം വരെ തയ്ച്ചു. ഇൻ ബിറ്റ്വീൻ എൻ്റെ സെൻറ്ററിൽ, ഈ ലെങ്ത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇൻ ബിറ്റ്വീൻ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി അറ്റത്ത് ഈ ടിപ്പിൽ വന്നിട്ട് സെൻറ്ററിൽ കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര കാണത്തില്ല. പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ ഇത്തിരി ലെങ്ത്തിൽ തന്നെ ത്രെഡ് എടുക്കുക. അപ്പോൾ എപ്പോഴും കെട്ടിടാൻ പോകേണ്ട ആവശ്യം വരത്തില്ല. അത് കുറച്ച് അധികം ഉണ്ടല്ലോ തയ്ക്കാൻ. അപ്പോൾ ഇത്തിരി ലെങ്ത്തിൽ തന്നെ കെട്ടിടുക. ഇനി ഇങ്ങനത്തെ ഒരു പോയിന്റിൽ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങ് നിർത്തിയിട്ട് ഈ പോയിന്റ് വരുമ്പോൾ ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ പോയിട്ട് ഈ പോയിന്റിൻ്റെ ഇവിടെ ഇങ്ങനെ മേലിൽ കൂടെ പോയിട്ട് ഇത് വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് പിന്നെ ഇവിടെ കുത്തിയെടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇവിടെ നിർത്തിയിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് ഇതുവഴി ലൈൻ പോകണമല്ലേ, അതിൽ തയ്ക്കാനുള്ള സ്പേസ് വിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുത്തിയെടുക്കുക. ഇങ്ങനെ ഇനി ഇവിടെ തയ്ച്ച് തുടങ്ങുക ഇതുവരെ തന്നെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിലും കുറച്ച് തയ്ച്ച് കഴിയുമ്പോൾ വീണ്ടും സ്പേസ് ഇടാനായിട്ട് നമ്മൾ നിർത്തണം. ഒരു വട്ടം കൂടെ തയ്ച്ച് വീണ്ടും ഇവിടെ തീരും, അടുത്ത പോയിന്റിലോട്ട് പോകണം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പോയിന്റിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് തയ്ച്ചെടുക്കാം. സ്പ്ലിറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ നമ്മുടെ കോലം ഡിസൈൻ ഫുള്ളായിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോയൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ കളർ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.